സിന്ധുസ് ഫുഡ് ആൻഡ് സ്പൈസസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതാണ് പാലക്കാടൻ സ്പെഷ്യൽ കൊഴക്കട്ടയാണ്. സാധാരണ നമ്മൾ കൊഴക്കട്ട തയ്യാറാക്കുമ്പോൾ ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ തയ്യാറാക്കുന്നത്. മിക്കവാറും മധുരമുള്ള ഫില്ലിങ്ങോ അതല്ലെങ്കിൽ സ്പൈസി ആയിട്ടുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിനകത്ത് ഫില്ലിംഗ് ഒന്നും ചേർക്കാതെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്നത് മട്ടേരിയാണ്. അപ്പോൾ മട്ടേരി വെച്ചിട്ടാണ് നമ്മൾ സാധാരണയായിട്ട് ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു കൊഴക്കട്ട തയ്യാറാക്കുന്നത്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും കഴിക്കാൻ പറ്റുന്ന ഈ ഒരു കൊഴക്കട്ട ടിഫിനായിട്ടോ അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കുട്ടികൾ വൈകുന്നേരം സ്കൂൾ വിട്ട് വരുമ്പോൾ സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു. അപ്പോൾ ഈ പാലക്കാടൻ സ്പെഷ്യൽ കൊഴക്കട്ട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മട്ടേരിയാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ ഈ 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. ഞാനിത് ട്രഡീഷണൽ രീതിയിൽ തന്നെയാണ് ഈ ഒരു കൊഴക്കട്ട തയ്യാറാക്കുന്നത്. ഇനി മട്ടേരി നന്നായി കഴുകിയെടുക്കണം. 2-3 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കണം. അതിൻ്റെ ചുമന്ന കളറൊക്കെ ഒന്ന് മാറി ഇതിൻ്റെ വെള്ളം തെളിയുന്ന വരെയാണ് നമുക്കതൊന്ന് കഴുകിയെടുക്കേണ്ടത്. 2-3 പ്രാവശ്യം കഴുകിയെടുക്കുമ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ തെളിഞ്ഞ് കിട്ടുന്നതാണ്. അങ്ങനെ 3-4 പ്രാവശ്യം കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സോക്ക് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഞാനിപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത് ഓവർനൈറ്റാണ്. ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാനിത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാത്രിയാണ് ഇത് സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കുന്നത്. അപ്പോൾ ഇത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓവർനൈറ്റ് സോക്ക് ചെയ്ത ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടുള്ള അരിയാണിത്. ഇനി നമുക്കിത് മിക്സിയിലേക്ക് ചേർക്കാം. എന്നിട്ട് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. ഓവർനൈറ്റ് സോക്ക് ചെയ്തുകൊണ്ട് തന്നെ അരിയൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് മിക്സിയുടെ ജാറിലേക്ക് ചേർക്കാം. അതിനകത്ത് മിക്സിയുടെ വലിയ ജാറ് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെള്ളത്തോടൊപ്പമുള്ള അരിയും കൂടി ചേർത്ത് അരച്ചെടുക്കാം. അരിയുടെ ഒപ്പമാണ് ഞാനിപ്പോൾ വെള്ളം ഒഴിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് തരിതരിപ്പായിട്ടാണ് അരച്ചെടുക്കേണ്ടത്. അതിനകത്ത് നമ്മൾ അരിയൊക്കെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല തരിതരിയോട് കൂടിയിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ചേർക്കാം. ഇതിലേക്ക് ഞാൻ മിക്സ് കഴുകിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. നമുക്കിതിനൊന്ന് കിണ്ടി എടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അരയ്ക്കുമ്പോൾ തന്നെ വെള്ളം കുറച്ച് കൂടുതലായി അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ തരിതരിപ്പോട് കൂടിയിട്ട് വേണം അരച്ചെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് വേണ്ട ഒരു മസാല ഒന്ന് തയ്യാറാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മിക്സിയുടെ ചെറിയ ജാറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു 12 കൊച്ചുള്ളിയാണ് എടുത്തിരിക്കുന്നത്. കൊച്ചുള്ളിക്ക് പകരമായിട്ട് സവാള പകുതി എടുത്താലും മതി. പക്ഷെ കൊച്ചുള്ളി ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ ഇതിലേക്ക് ഒരു 2 പച്ചമുളക് കട്ട് ചെയ്താണ് ചേർക്കുന്നത്. പിന്നെ 1 ഇഞ്ച് വലിപ്പമുള്ള ഇഞ്ചിയാണ് 3ആയി കട്ട് ചെയ്ത് ചേർക്കുന്നു. പിന്നെ ചേർക്കുന്നത് ഒരു തണ്ട് കറിവേപ്പിലയാണ്. എന്നിട്ട് നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. അരഞ്ഞു പോകാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്കതൊന്ന് പൾസ് മോഡിൽ ഇട്ടൊന്ന് കറക്കിയെടുക്കാം. അതിനെന്താ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും അതുപോലെ ചുമന്നുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ആയി കിട്ടിയാൽ മതി. അരിമാവൊന്ന് കിണ്ടി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ വെച്ചിരിക്കുന്നത്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കേണ്ടത്. എപ്പോഴും വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഈ ഒരു കൊഴക്കട്ട തയ്യാറാക്കി എടുക്കേണ്ടത്. അതിനകത്ത് വെളിച്ചെണ്ണയൊക്കെ നന്നായി ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുകാണ് ചേർക്കേണ്ടത്. അങ്ങനത്തെ നമ്മുടെ കടുകൊക്കെ നന്നായി പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പും ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും എല്ലാം നന്നായി ഒന്ന് വഴറ്റി യോജിപ്പിക്കാം. ഒന്ന് മൂത്ത് വരാൻ തുടങ്ങുന്ന സമയത്ത് നല്ലൊരു മണമായിരിക്കും വരുന്നത്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ചതച്ച് വെച്ചിട്ടുള്ള കൂട്ട് നമുക്കിതിലേക്ക് ചേർക്കാം. ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെയാണ് നമ്മളിതിലേക്ക് ചേർക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് വഴറ്റിയെടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉള്ളിയൊക്കെ വഴണ്ടി കിട്ടുന്നതാണ്. അതിനകത്ത് ഉള്ളിയൊന്നും മൊരിഞ്ഞ് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴണ്ടി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള
അരിയുടെ കൂട്ട് ചേർക്കാം. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊന്ന് കിണ്ടിയെടുക്കാം. ഇതാ ഈ ഒരു രീതിയിലാണ് വെള്ളവും അരിയൊക്കെ ആയി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിതിനെ വറ്റിച്ചെടുക്കാം. അപ്പോഴേക്കും പകുതിയൊക്കെ ഒന്ന് വെന്ത് കിട്ടുന്നതാണ്. സാധാരണ ഇതൊക്കെ വരട്ടിയെടുക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കിണ്ടി എടുക്കുന്നതൊക്കെ ഉരുളിയിലാണ്. ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ വരട്ടിയെടുക്കുന്നത്. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പൊക്കെ നോക്കാവുന്നതാണ്. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാം. ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർക്കുകയാണ്. ഈ ഒരു വെള്ളം പോലെ നിൽക്കുന്ന സമയത്ത് വേണം ഉപ്പ് ചേർക്കാൻ. എങ്കിലാണ് എല്ലാ ഭാഗത്തേക്കും ഒരേ രീതിയിൽ ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇങ്ങനെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകമാവുന്ന വരെയാണ് നമുക്കത് വരട്ടിയെടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇനി തേങ്ങയാണ് ചേർക്കേണ്ടത്. 1 കപ്പ് അരിക്ക് 1 കപ്പ് തേങ്ങയാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതാ തേങ്ങാപ്പീര 1 കപ്പ് നമ്മളിതിലേക്ക് ചേർക്കാം. എന്നിട്ട് നന്നായൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിലായിട്ട് വേണം ഇളക്കിയെടുക്കാൻ. താഴെ നിന്ന് മുകളിലേക്ക് ഇങ്ങനെ വരട്ടിയെടുക്കണം. കംപ്ലീറ്റ് വെള്ളമയം മാറുന്ന രീതിയിലാണ് നമുക്കത് വരട്ടിയെടുക്കേണ്ടത്. വെള്ളമയമൊക്കെ മാറി പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു രീതിയിലാവുന്നവരെയാണ് നമുക്കൊന്ന് കിണ്ടിയെടുക്കേണ്ടത്. ഇതാ ഇപ്പോൾ തന്നെ കണ്ടോ, ഒട്ടും വെള്ളത്തിൻ്റെ അംശം കാണുന്നില്ല. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിന് ശേഷം ഇതൊന്ന് തണുക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ചേർക്കാം. ഇളം ചൂടോടുകൂടി തന്നെ നമുക്ക് കുഴക്കട്ട പിടിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അല്പം വെളിച്ചെണ്ണ ഒന്ന് കയ്യിലേക്ക് തേച്ചിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മളത് കുഴക്കട്ട പിടിക്കുന്നത്. സാധാരണ കുഴക്കട്ട ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടി വലുപ്പത്തിലാണ് ഈ ഒരു കുഴക്കട്ട ഉരുട്ടിയെടുക്കേണ്ടത്. മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് പോലും കഴിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പാലക്കാടൻ രീതിയിലുള്ള കുഴക്കട്ട. അപ്പോൾ അത് ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ഈ കുഴക്കട്ട തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുപോലെ ബാക്കിയുള്ളതും ഉരുട്ടിയെടുക്കട്ടെ. അതിനത് ഉരുട്ടി കഴിഞ്ഞപ്പോൾ എനിക്ക് 12 ഉണ്ടയാണ് 1 കപ്പ് മട്ടരിയിൽ നിന്ന് നമുക്ക് ഉണ്ട പിടിച്ച് കിട്ടിയത്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അതിനത് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ സ്റ്റീമറിൻ്റെ തട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണയൊന്ന് സ്പ്രേ ചെയ്യാം. ഇനി നമുക്ക് സ്റ്റീമറിലേക്ക് ഓരോ കുഴക്കട്ട വെച്ച ശേഷം സ്റ്റീം ചെയ്തെടുക്കാം. നമുക്കിപ്പോൾ 12 കുഴക്കട്ടയാണ് ഈ ഒരു രീതിയിൽ കിട്ടിയിരിക്കുന്നത്. അതിനത് ഞാൻ സ്റ്റീമറിൻ്റെ താഴത്തെ തട്ടിൽ ഒരു ഇഡ്ഡലി തട്ട് വെച്ച ശേഷം അതിലൊരു 4 എണ്ണം വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ മുകളിലത്തെ തട്ടിൽ വയ്ക്കുന്നുണ്ട്. ഇനി നമുക്കൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെയാണ് ആവി കയറ്റി എടുക്കേണ്ടത്. അപ്പോഴേക്കും നമ്മുടെ കുഴക്കട്ടയൊക്കെ നന്നായി വെന്ത് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കൊരു 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. അങ്ങനത് 20 മിനിറ്റ് നേരമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ്. അതിന് ശേഷം തണുത്ത ശേഷമാണ് നമുക്കത് എടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവുള്ളൂ. അങ്ങനെന്താ നമ്മുടെ കുഴക്കട്ടയൊക്കെ നന്നായി തണുത്തിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനോ അല്ലെങ്കിൽ ഡിന്നറായിട്ടൊക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളതും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കുഴക്കട്ട നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. അപ്പോൾ ഈ ഒരു കുഴക്കട്ട കഴിക്കുമ്പോൾ ചട്നി കൂട്ടിയിട്ടോ അതല്ലെങ്കിൽ സാമ്പാർ കൂട്ടിയിട്ടൊക്കെ കഴിക്കാവുന്നതാണ്. ഇനിയിപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കൂടി ചായയുടെ കൂടെ വൈകുന്നേരങ്ങളിലൊക്കെ സ്നാക്സ് ആയിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോഴാണ് ഈ ഒരു കുഴക്കട്ട കഴിച്ചത്. പാലക്കാടുള്ള ഹരിഹരപുത്ര എന്നാണ് ഞാൻ ഈ ഒരു കുഴക്കട്ട കഴിച്ചത്. അപ്പോൾ ഇത് കഴിച്ചപ്പോൾ തന്നെ എനിക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു. ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ഈ ഒരു കുഴക്കട്ട തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കുറഞ്ഞ ചേരുവകൾ വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു കുഴക്കട്ട എല്ലാവരും ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു.